സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപരീകന്ധവാക്യഞ്ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 50-ാമത്തെ ദശകത്തിൽ 9-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. ബകാസുരവധാണ് പ്രതിപാദിച്ചത്. കൊറ്റിയായി വന്ന് ഭഗവാനെ ഒഴുങ്ങാൻ ശ്രമിച്ചതായിട്ടുള്ള അസുരനെ ഭഗവാൻ കൊക്ക് രണ്ടായി പിളർന്ന് വധിച്ചു എന്നാണ് പറഞ്ഞത്. എത്രയൊക്കെ തന്നെ ഈശ്വരൻ ഉള്ളിലാണ് എന്ന് പറഞ്ഞാലും അല്ലേ, പരിണാമകൃതനാവട്ടെ, അഹം ബ്രഹ്മോസ്മി, തത്വമസി ഇത്യാദി വാക്യങ്ങൾ എല്ലാ ഗ്രന്ഥത്തിലും എല്ലാ ശാസ്ത്രത്തിലും പറഞ്ഞും കൊണ്ടേയിരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാത്തവരാണ് ഈ ബകാസുരന്മാർ. കാരണം ഉള്ളിലാക്കി തരുന്നുണ്ട്, ഉരുള ഉരുട്ടി തരുന്നുണ്ട് ഭാരതത്തിൽ, എന്നിട്ടും അത് പുറത്താണ് എന്ന് വിചാരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക. അവർക്കൊക്കെ രണ്ട് എന്ന ദ്വൈതാവസ്ഥയിൽ തന്നെ മരിക്കേണ്ടി വരും. ഒരിക്കലും ഒന്നാവാൻ കഴിയില്ല. ലക്ഷ്യം ആദ്യം ഉണ്ടാവണം, എന്നാലേ അതിലേക്ക് എത്തുള്ളൂ. എന്നാൽ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ലക്ഷ്യം കൂടിയില്ലെങ്കിലോ ഒരിക്കലും എത്താൻ പോകണില്ല. ജനിച്ചിട്ടും മരിച്ചിട്ടും പുനരഭിജനനം പുനരഭിമരണം ഇതിങ്ങനെ ആവർത്തിച്ച് പോവുകയാണ്. ഈ ശരീരമുള്ളിടത്തോളം ദുഃഖവും പ്രാരബ്ധവും ഉണ്ടാവുമെന്ന് അവർക്കൊട്ട് ബോധ്യമാവണമില്ല. അത് ബോധ്യമായ രക്ഷപ്പെടാനുള്ള മാർഗത്തെ ചിന്തിക്കുമല്ലോ. പക്ഷെ അതൊന്ന് അവസാനിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് ദ്വൈതബോധത്തിൽ നിന്ന് മാറുക, അദ്വൈതത്തിലേക്ക് എത്തുക. അത് തന്നെയാണ് ശങ്കരാചാര്യരും പറഞ്ഞത്. അതാണ് ഈ ബകാസുരൻ്റെ കഥയിൽ നിന്നൊക്കെ ഉള്ളിൽ ഓരോ തത്വങ്ങളുണ്ടാവും ഭാഗവതത്തിലെന്നാണ്. കഥാതന്തുഗോളം മാത്രമല്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണത്രേ ഈ ബകാസുരൻ യമപുരിയിലേക്ക് പോയത് എന്ന് കവി ഒന്നിങ്ങനെ വെറുതെ ഒരു തമാശ രൂപത്തിൽ ഊഹിക്കുകയാണ്. സപതി സഹജാം സന്ദൃട്ടുംബ മൃതാം കലു പൂതന. ഇവിടെ സഹജ എന്നുള്ള വാക്ക് സഹോദരി എന്ന് പറയുമ്പോൾ ഏടത്തിയാണ് ശരിക്ക്. ചിലർ സഹജനെ അനുജനായിട്ടും വാക്കുകൊണ്ട് പറയുന്നുണ്ട്. വാക്കിൻ്റെ അർത്ഥം മാത്രമല്ലല്ലോ, കാര്യം നോക്കുമ്പോൾ അവിടെ ഏടത്തിയാണ്. പൂതന എപ്പോഴോ പോയിരിക്കണു, എന്നിട്ടാണ് ബകാസുരൻ പോണത്. ഇടയിൽ കാര്യങ്ങൾ കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വാക്യാർത്ഥം കൊടുത്തിരിക്കുന്നത് അനുജൻ എന്നാണ്. അനുജത്തി പൂതനയെ അനിയത്തിയാവാൻ വഴി പോരാ, നമുക്ക് അങ്ങടെ ഏടത്തിയാക്കുക. ഏടത്തിയായിട്ടുള്ള പൂതനയെ ഒന്ന് കാണാൻ അനിയന് പോവാലോ, അതിനാണോ സന്ദ്രഷ്ടും വാ അഥവാ മൃതാം ഖലു എന്നാണ് മരിച്ചു പോയ പൂതനയെ. ഇനി ഒരാൾ വരാൻ പോകേണ്ട, കഴിഞ്ഞിട്ടൊന്നുമില്ല. അത് അടുത്ത ആളാരാണ്? ആകാസുരൻ. പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് കിടന്നിട്ട് മരണം വരിക്കാൻ പോകുന്നുണ്ട്. ഒരു വിധാൻ അവൻ തയ്യാറെടുക്കണേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പം അവനെ അവിടെ പോയാൽ സ്വീകരിക്കണ്ടേ? പിന്നെ വരണവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണോ നിശ്ചല്യ. അനുജം, ഇവിടെ അനുജൻ എന്ന് പറയുന്നുണ്ട്. അനുജൻ അഖമപ്യഗ്രേ ഗത്വ. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ജ്യേഷ്ഠത്തിയാവണം. അനുജം അഖം, അനുജം അഖം, അഖാസുരൻ. അഖം എന്ന് പറഞ്ഞാൽ തന്നെ പാപം എന്നർത്ഥമാണ്. അപ്യഗ്രേ ഗത്വ പ്രതീക്ഷിതുമേവ. വരാൻ പോകുന്നതായിട്ടുള്ള അനുജനായിട്ടുള്ള അഖാസുരനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആണോ, പൂതനയെ കാണാൻ വേണ്ടിയിട്ട് ആണോ നിശ്ചല്യ. എന്തുണ്ടായി? ശമനനിലയം യാതേ. ശമനനിലയം യമപുരി. യമപുരിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മതിയിലോ ഗുരുവായൂരപ്പ. തസ്മിൻ ബകേ സുമനോ ഗണേ കിരതി സുമനോ വൃന്ദം വൃന്ദാവനാൻ ഗൃഹമയ്യഥ. വൃന്ദാവനത്തിൽ ദേവന്മാരൊക്കെ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു. സുമനോ വൃന്ദം, അവരെല്ലാം അതാത് ഗൃഹത്തിലേക്ക് പോവുകയും ചെയ്തു. ഒരു ഉപദ്രവം കൂടി ഇല്ലാണ്ടായല്ലോ. ഇങ്ങനത്തെവരെയൊക്കെ ഹിംസിക്കുന്നതും അഹിംസയുടെ ഭാഗം തന്നെയാണ്. കാരണം ഒരുപാട് ഉപദ്രവങ്ങളല്ലാണ്ട് ഇവർ ലോകത്തിനൊരു ഗുണവും ചെയ്യുന്നില്ല. അങ്ങനെ ബകാസുരനെ വധിച്ചു. അതിനു മുമ്പേ വന്നിട്ടുള്ളതായിട്ടുള്ള അസുരനെയും വധിച്ചു. വത്സാസുരനെ, കാപട്യത്തിൻ്റെയാണ്. 2 കാപട്യം,
പുറത്തേക്ക് ധർമ്മമാണ്, നടിക്കുക ഉള്ളിൽ മുഴുവൻ കാപട്യം. അത് രണ്ടും ഭഗവാനില്ലാണ്ടേക്ക് അതിനാണല്ലോ വരവ്. ഈ പറയണം, ലളിതമുരളീനാദം ദുഹുരാം നിശമ്യവധൂജനേ ത്വരിതമുപഗമ്യാരാധാരൂഢമോദമുദീക്ഷിതാം ജനിതജനനീ നന്ദാനന്ദ സമീരണമന്ദിരപ്രടിതവസതേ ശൗരേ ദൂരീകുരുഷ്വമമാമയാൻ. ഇതൊരു ജനറലായിട്ടൊരു കാര്യം പറയുകയാണ്, പ്രത്യേകിച്ചൊരു കഥയൊന്നും ആ ശ്ലോകത്തിലില്ല. ഭഗവാന്റെ വേണുഗാനം ദൂരത്തു നിന്ന് തന്നെ കേട്ടിട്ട്, വേണുഗാനത്തിൻ്റെ മാഹാത്മ്യം ഇനി വേറൊരു അധ്യായത്തിൽ ഭാഗവതത്തിൽ വിസ്തരിച്ച് പറയും, മറ്റൊരു ദശകത്തിൽ നാരായണീയത്തിലും പറയും. കാരണം ഇത്രയും സിമ്പിളായിട്ട് ഒരു സംഗീതോപകരണം, ഒരു കുഴലും 4-5 തുളയും മാത്രമേ ഉള്ളൂ, കഴിഞ്ഞു. വേറെ കമ്പി ആവട്ടെ, സ്വിച്ച് ആവട്ടെ, ലെബ്-നോബുകളാവട്ടെ, ഒന്നുമില്ല ഓടക്കുഴലുണ്ടോ. അപ്പോൾ എത്ര സിമ്പിളാണ്. എന്നാൽ എല്ലാ അവരോഹണങ്ങളും അതിൻ്റേതായിട്ടുള്ള ആ ഒരു തലത്തിൽ ഇത്ര പുറപ്പെടിക്കാൻ പറ്റിയ ഒരു ഉപകരണം വേറെ ഇല്ല എന്നാണ്. കഞ്ഞി അപ്പം പറയണ്ട, ഇഷ്ടം പോലെ പറയാം, അപ്പം പറയാം, മതി, ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ഈ മൈഗ്രെയിനിന് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് അത്രയോ ഓടക്കുഴൽ സംഗീതം കേൾക്കുക. ഏത് സംഗീതവും നല്ലതാണ്, വിശേഷിച്ചും ഓടക്കുഴൽ. ഡോക്ടർമാർ പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അതിന് ആ സമയത്ത് അതിനെപ്പറ്റി പറഞ്ഞാൽ മതിയല്ലോ. ആ മുരളീനാദം ദൂരാം നിശമ്യ, വളരെ ദൂരത്ത് നിന്ന് കേട്ടിട്ട്, വധൂജനേ, ചിലതൊക്കെ പല സ്ഥലത്ത് പറയും, ഒരു സ്ഥലത്തല്ല, ആ ഗോപികമാർ ത്വരിതം ഉപഗമ്യാരാത് ആരൂഢമോദമുദീക്ഷിത, വർദ്ധിച്ച ആനന്ദത്തോടുകൂടി മനുഷ്യരല്ലാത്തവരും അത് ആസ്വദിച്ചു അത്രേ. ചിലരുടെ ഒരു അഭിപ്രായത്തിൽ ഒരു കലാപ്രകടനം എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവരെയും കൂടി അത് ആസ്വദിപ്പിക്കാൻ കഴിയണമെന്നാണ്. അതൊരു പ്രത്യേക കഴിവാട്ടോ. അറിവുള്ളവരെ രസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അത്ര ഇങ്ങോട്ട് ഇല്ല എന്നാണ്. അല്ല, അറിവ് വേണ്ട, കേമത്തല്ല എന്നിട്ടല്ല, അറിവില്ലാത്തവരെയും കൂടി അതെങ്ങനെയെങ്കിലും ആസ്വദിപ്പിക്കലല്ലേ ശരിക്ക് വിജയം. കാരണം നോക്കിയാൽ അത് സത്യമാണ്. കാരണം ലോകത്തിലധികവും വിവരമില്ലാത്തവരാണ്. സംഗീതമായാലും താളം മേളങ്ങളായാലും എല്ലാവർക്കും അറിഞ്ഞിട്ടാണ്. പക്ഷെ അവരെയും ചില കലാകാരന്മാർ രസിപ്പിക്കുന്നുണ്ട്. വാദ്യമായിക്കോട്ടെ, വേറൊന്നായിക്കോട്ടെ, അതാണത്രേ ശരിക്ക് കഴിവ്. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ അപാരമായിട്ടുള്ള തത്വങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരെ ഇരുത്തണം. അവിടെ വന്നിട്ടുള്ള അവരെ ഇരുത്തണ ആചാര്യന്മാർ തെറ്റൊന്നുമില്ല ചെയ്യണത് എന്നാണ്. പക്ഷേ ഒരു പ്രധാന കാര്യം വിടാൻ പാടില്ല. പ്രധാന ആ ഒരു അവരുടെ ഉദ്ദേശത്തു നിന്ന് വിടാൻ പാടില്ല. കഥാതന്തുവിൽ നിന്ന്, വിഷയത്തിൽ നിന്ന് വിടാതെ സാധാരണക്കാരെ രസിപ്പിക്കാൻ ചില തമാശകളോ പൊടിക്കൈകളോ പ്രയോഗിക്കാം. അത് നാരദനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. യഥാ ഭക്തിർ ഭവിഷ്യതി, അങ്ങനെ വർണ്ണിക്കാനാണ് പറഞ്ഞിരിക്കണം. എങ്ങനെ മനുഷ്യരിൽ ഭക്തി ഉണ്ടാവുമോ അങ്ങനെ നീ വർണ്ണിച്ചോളൂ, അത് തെറ്റല്ല. ബ്രഹ്മാവ് വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്താൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെയൊക്കെ ആയാൽ ആൾക്കാർക്ക് രസമുണ്ടാവുമോ അങ്ങനെയൊക്കെ പൊടുപ്പും തൊങ്ങലും ചേർത്ത് പറഞ്ഞോളൂ. ലക്ഷ്യത്തിലെത്തലാണ് പ്രധാനം. അപ്പം അതുകൊണ്ട് ഈ ഓടക്കുഴൽ ഭഗവാൻ എല്ലാവരെയും ഓടക്കുഴലുകൊണ്ട് രസിപ്പിച്ചു. വൃക്ഷങ്ങളടക്കം അത് ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ. വൃക്ഷങ്ങൾ, പക്ഷികൾ, പശുക്കൾ, ദേവസ്ത്രീകൾ, മനുഷ്യന്മാർ എല്ലാവരും ആസ്വദിച്ചു. ത്വരിതം ഉപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത. ഈ തൈരും പാലും വെണ്ണയും വിറ്റ് നടക്കുന്നവർക്ക് സംഗീതം അറിയില്ല, ഫ്ലൂട്ടിൻ്റെ സ്വരസ്ഥാനം അറിയില്ല, അവരോഹണം അറിയില്ല. പക്ഷേ അവരത് ആസ്വദിച്ചു. എന്നിട്ടോ ജനിത ജനനീ നന്ദാനന്ദ, അമ്മയ്ക്കും നന്ദഗോപർക്കും ആനന്ദത്തെ ജനിപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ സമീരണ മന്ദിര പ്രതിതവസതേ ശൗരേ ദൂരീകുരുഷ്വമമാമയാൻ. എല്ലാവർക്കും ആനന്ദം കൊടുത്തിട്ടുള്ള ഭഗവാൻ എന്തിനാണ് എന്നെ ഈ വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ടിക്കണത്? അതും കൂടി അങ്ങേക്ക് തീർത്തുകൂടെ? ആ ലിസ്റ്റിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തിക്കൂടേന്ന് ചോദിക്കുകയാണ്. ഇത്ര ദിവസമായി വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് 50 ദിവസമായി. 50 ദശകം, ഓരോ ദശകം ഒരു ദിവസം എഴുതുക എന്നാണ്. ഇനിയും എന്താണ് എൻ്റെ നേരെ കണ്ണ് ഭഗവാനെ തുറക്കാത്തത്? ദൂരീകുരുഷ മമാമയാൻ, എൻ്റെ വിഷമത്തെ തീർത്ത് തന്നൂടെ. ലളിതമുരളീനാദം
ദൂരാം നിശമ്യ വധൂജനേ ത്വരിതം ഉപഗമ്യാരാധാരൂഢമോദമുദീക്ഷിത ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിരം ഗുരുവായൂർ. സമീരണം കാറ്റ്, കാറ്റിൻ്റെ മന്ദിരം. ചിലപ്പോൾ കാറ്റെന്ന് പറയും, ചിലപ്പോൾ കാറ്റിൻ്റെയും ഗുരുവിൻ്റെയും കൂടി എന്നും പറയും, രണ്ടും പറയും. വാതഗേഹാധിപൻ, അതിൽ ഗുരുവൊന്നുമില്ല, വായു മാത്രമേ ഉള്ളൂ. സമീരണ മന്ദിരൻ പ്രതിതവസതേ, അവിടെ വസിക്കുന്ന ഗുരുവായൂരപ്പാ ദൂരീ കുരുഷ മമാമയാൻ, എൻ്റെ രോഗത്തെ കൂടി ഒന്ന് തീർത്ത് തരണം. അങ്ങയെ ഭജിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യം വേണ്ടേ, അല്ലാണ്ട് കഴിയുമോ രാവിലെ എണീക്കാനും കുളിക്കാനും ഇരിക്കാനും ഒന്നിനും ഈ ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നും സഹിക്കില്ല. ഭഗവാനെ ഭജിക്കാൻ അടക്കം പറ്റില്ല. അപ്പോൾ അതിനുള്ള ആരോഗ്യമെങ്കിലും എനിക്ക് തരണേ. കല്യതാം മമ കുരുഷ്വതാവതിം കല്യതേ ഭവതുപാസനം യയ, അങ്ങയുടെ ഉപാസനയ്ക്കും ആരോഗ്യം വേണം. ആയുസ്സില്ലെങ്കിലും ആരോഗ്യം വേണമെന്നാണ് പറയുക. എത്ര ദിവസം ജീവിച്ചോ, കിടക്കാതെ പോണേ പ്രാർത്ഥിക്കും ചിലരില്ലേ. പോയതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷേ ആർക്കും വേണ്ടാണ്ട് പരാശയത്തോടു കൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആണ് ഈ നാരായണീയം. ആരോഗ്യം ഉണ്ടാവാനും രോഗം മാറാനും വളരെ നല്ലതാത്രേ. വാതരോഗം മാത്രമല്ല, ഏത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും എത്രയോ അനുഭവങ്ങളാണ്. ഈ നാരായണീയം പ്രത്യേകം പാരായണം ചെയ്തിട്ടുണ്ടായിട്ടുണ്ടെന്ന് പറയാം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.